Hello, welcome to I am Papu's Mom YouTube channel. അപ്പോൾ നമ്മൾ കുറച്ചും മുമ്പ് വിളിച്ച് അച്ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് പുറത്തോട്ട് പോയി കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി റെഡിയാവുകയാണ്, കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഒരുങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ടേ അറിയത്തുള്ളൂ അച്ചേച്ചിയുടെ പ്ലാനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയായാലും പുറത്തോട്ട് പോവാം. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ, കാരണം നമ്മുടെ ഫേസ് ഒരു ബ്രൈറ്റ് ആയിട്ട് നിർത്താൻ സഹായിക്കുന്ന ഒരു കളറാട്ടോ ഈ കളർ. അങ്ങനെ ഞാൻ ഇറങ്ങി. എന്നെ കൊണ്ടാക്കുന്നത് അനന്തുവാണ്. അച്ചേച്ചിയുടെ ഓഫീസ് വരെ എന്നെ കൊണ്ടാക്കും. ഞങ്ങൾ റോഡിൽ ചെന്നപ്പോഴേ അച്ചേച്ചിയും നൗഫിയും കൂടെ റോഡിൽ കൂടെ നടന്നു വന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ അപ്പുറം നൗഫിയുടെ വണ്ടി ഇരിക്കുന്നുണ്ടായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അനന്തുവിൻ്റെ ബൈക്കിൽ കയറി നേരെ അപ്പുറത്തെ ചായക്കടയിലാണ് പോയത്. നൗഫിയുടെ വണ്ടി എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ ചായക്കടയിൽ പോവുകയാണ്. ചായക്കടയിൽ നിന്ന് കരിക്കോടാണ് ചായക്കട. നൗഫിയുടെ വണ്ടിയിലും ഞങ്ങളുടെ വണ്ടിയിലുമായിട്ട് നേരെ അതേ ചായക്കട എത്തി. അനന്തു നേരെ അങ്ങ് പോവുകയാണ്. ചായ കുടിക്കാതെ അനന്തുവിന് ചായ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മൂന്നുപേരും കൂടെ ചായ പറഞ്ഞു. ചായ അല്ലാതെ നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല. ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ മൂന്നുപേരും വീഡിയോ എടുത്തു, 2-3 ഫോട്ടോ എടുത്തു. അപ്പോഴത്തേക്ക് അവർ ചിയേഴ്സ് പറയുന്നുണ്ട്. ചിയേഴ്സ് പറയുന്നത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അല്ല കേട്ടോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അവിടെ നിന്ന് ചേച്ചി എന്ത് വാങ്ങിക്കാൻ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അച്ഛൻ നമുക്ക് സുപ്രീമിലോട്ട് പോകാം. സുപ്രീമിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനോട് പറഞ്ഞു വാരിപ്പറക്കി ഒന്നും എടുക്കരുത്, കാരണം അച്ഛൻ 5 പൈസയില്ല, സാധനം വാങ്ങിക്കാനുള്ള തുച്ഛമായ പൈസ എൻ്റെ കയ്യിലുള്ളൂ എന്ന് അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗഫി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നൗഫി വെറുതെ കൂട്ടിന് വരുവാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി വിശാലമായ ഷോറൂം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഫ്ലാറ്റായി. ഞാൻ ഓരോ സാധനങ്ങളും പോയി നോക്കി നിൽക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞാൽ അതൊന്നും തുടരുത്, കൈയടിച്ചൊടിക്കുമെന്ന്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി നിന്നതായി ഇതിലേക്കായിരുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് എൻ്റെ ഡയറി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കാണിച്ചു കൊടുത്ത ചേച്ചി പറഞ്ഞു കൈക്ക് ഞാടി തരുമാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കൂടെ പോയി. എന്നിട്ട് എന്തോ ഞങ്ങൾ ഈ ഫ്രൂട്ട്സ് കട ഇങ്ങോട്ടൊക്കെ പോകുന്നില്ലേ, വെറുതെ ഷോ കാണിക്കാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ പോകാൻ നമുക്ക് ചിക്കനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞോട്ട് പോയി. ചിക്കൻ എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ ആണെങ്കിൽ ഭയങ്കര വില. അങ്ങനെ ചേച്ചി അത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി എടുക്കുന്ന പറഞ്ഞ് നോക്കി, പക്ഷേ ഇല്ല, ഭയങ്കര റേറ്റ്. പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ചു. പിന്നെ ചേച്ചിക്ക് മെയിനായിട്ട് വേണ്ടുന്ന സാധനം മോന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി റൈസ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ട് ചേച്ചി. അത് വാങ്ങിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നൗഫി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ചേച്ചി പറഞ്ഞു ഒന്നും പോയി എടുക്കരുത്, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാലും റിച്ച്നെസ്സിന് ഒരു കുറവ് ഞങ്ങളുടെ ചേച്ചി വരുത്താറില്ല. അങ്ങനെ നേരെ ചെല്ലുകയാണ് അടുത്ത സാധനം എടുക്കാൻ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ക്യാരറ്റ് എടുത്തോ, ഫ്രൈഡ് റൈസിന് വേണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ക്യാരറ്റൊക്കെ എടുക്കുന്നുണ്ട്. 2-3 അല്ല, 1/2 കിലോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ ക്യാരറ്റും തൂക്കി വാങ്ങിച്ച് ഞങ്ങൾ നേരെ നടന്നു പോയത് ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ നോക്കാൻ നൗഫി വാരിപ്പറക്കിയൊക്കെ ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു നൗഫി നീ വാങ്ങിക്കാൻ വന്നില്ലല്ലോ, കൂട്ട് വന്നില്ലേ എന്നപ്പോൾ അവിടെ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ ഞാനും വാങ്ങിക്കുന്നു, പക്ഷേ അച്ഛൻ പൈസ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അച്ചീച്ചിയുടെ കണ്ണ് തള്ളി. പിന്നെ വന്ന് ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഡോണറ്റ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു ഡോണറ്റ്സ് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും എൻ്റെ വായ അടയ്ക്ക എന്ന് ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞത്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ മല പോലിരിക്കുകയായിരുന്നു അലുവകൾ. ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു കേട്ടോ. അതിൻ്റെ മുമ്പിൽ കളർഫുള്ളായിട്ട് പല തരത്തിൽ പല സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് ഇത് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയാമല്ല, അടിപൊളിയായിരുന്നു. ഇത് നേരിട്ട് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നൊന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്, ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം സുപ്രീമിൽ അലുവ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അലുവയ്ക്ക് സമമാവത്തില്ല, കിടുവാണ്. അങ്ങനെ എനിക്ക് താണ്ട് ഇതിൽ നിന്ന് ഒരു ഡോണറ്റ്സ് മേടിച്ചു തന്നു. എന്നിട്ട് ബാക്കി കേക്കുകളെല്ലാം ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡോണറ്റ്സ് ഇഷ്ടപ്പെട്ടു, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡോണറ്റ്സ് കഴിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വാങ്ങിച്ചു തരണേന്ന് പറഞ്ഞ് അനന്ത് പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബില്ലടിക്കാൻ പോയപ്പോഴത്തേക്കും ബില്ലടിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു മല. ഇതൊക്കെ എന്തുവാ, അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുക എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ എന്തിനാ, അമ്മ അയച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് തന്നെ തിന്നാനുള്ള അല്ലേ അമ്മ അയച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇത് നോക്കിക്കോണം, 2-3 കവർ അച്ചച്ചിയുടെ 2 പാക്കറ്റ്, എൻ്റെ ഒരു ഡോണറ്റ്സിൻ്റെ ഇതുമായിട്ട് 3 പാക്കറ്റ് ഞങ്ങൾക്കുള്ളൂ. പക്ഷെ ഒന്നും വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് നൗഫി ഇതെന്തോ എടുത്തെന്ന് എനിക്കൊന്നും അറിയാൻ വയ്യ. നൗഫി എന്നിട്ട് ഭയങ്കര ജാടി ടൈപ്പുണ്ട്, ഇതെല്ലാം അച്ചു കൊടുക്കും എന്നുള്ളത്. ഞങ്ങൾക്കൊരു 198 3 സാധനം വാങ്ങിച്ചത്, നൗഫിക്ക് 185. ഞാൻ ഇതെന്താ അങ്ങനെ, നൗഫി ഇവിടെ എന്തോ അടി വാരിപ്പറക്കി എടുത്തത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ സുപ്രീമിനോട് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ട് നൗഫിയെ കാണുന്നില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്തെ നൗഫി ആ ചെറുക്കനുമായിട്ട് മുട്ടനടി, ഐസ്ക്രീമിൻ്റെ കരണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന അടിയായിരുന്നു. അങ്ങനെ ഐസ്ക്രീമിന് കരണ്ടിയും കൊടുത്ത് അവൾക്ക് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ടാറ്റ പറഞ്ഞ് ഇടത്തോട്ടും പോയി, ഞങ്ങൾ വലത്തോട്ടും പോയി. കുറേ നേരം നടന്നു എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി വെയിൽ കൊണ്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ച് നടന്നായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ച ചേച്ചി പറഞ്ഞ് പറ്റത്തില്ല ചേച്ചി, അങ്ങനെ ആ ചേച്ചി ഒരു ഓട്ടോ വിളിച്ചു. ഞാൻ ആ ഓട്ടോയുടെ അകത്തിരുന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഓട്ടോകൾ നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താ ഈ ചെയ്യുന്നേ എന്നുള്ളൊരു മട്ടിലായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഒട്ടും സംശയിക്കാത്ത രീതി യൂട്യൂബിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ഞാനും ചേച്ചിയും കൂടെ. ഇനി എങ്ങനെയാണ് പ്ലേ ബട്ടൺ കിട്ടുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലാക്കണം ഞാൻ യൂട്യൂബിന് വേണ്ടി എടുക്കുകയാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ചിക്കൻ മേടിക്കാനാണ്. അങ്ങനെ അവിടുന്ന് ചിക്കനും വാങ്ങിച്ച് ഞങ്ങളുടെ വീടടുത്താണ്, അപ്പം ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിച്ച് നടന്ന് വന്നപ്പോഴത്തേക്കും ഒരു തുണിക്കട കണ്ടു, കുറച്ച് തുണിയൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ മോന് 2 നിക്കർ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ മോന് നിക്കർ മേടിച്ചില്ലെങ്കിലും അവിടെ കിടക്കുന്ന ആ പൂച്ചയെ ഞാൻ കിടന്നിട്ട് ശല്യം ചെയ്യുമായിരുന്നു. അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. പൂച്ചയാണെങ്കിൽ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ഞാൻ കതവ് തുറന്നു കൊടുക്കും, അടച്ചു കൊടുക്കും. അവസാനം അവൻ തിരിഞ്ഞു ഓടുകയായിരുന്നു ചെയ്തത്.
ഈ പെണ്ണിന് പ്രാന്താണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഒരു അനുവാദം ചോദിച്ച് 2 വീഡിയോ ഒക്കെ എടുത്തു, അവൻ്റെ 2 ഫോട്ടോസും എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാൻ. മോന് നിക്കറ് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് 2 പലാസയായിരുന്നു. അത് എനിക്ക് ചേച്ചിയും കൂടെ വാങ്ങിച്ചു. 2 പലാസ ഇങ്ങനെ കിട്ടി, അതിലിരിക്കട്ടെ അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് നടന്നിട്ടുണ്ട്. ഇവിടുന്ന് വീട്ടിലോട്ട് പോകാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ അതിമനോഹരമായ പാടശേഖരമാണ്. വേണ്ട, അറ്റൂൺ വേണ്ട, ഇത് ഞങ്ങളുടെ വയലാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല, ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു പാടശേഖരം ഒക്കെ കാണിച്ചു തന്നായിരുന്നല്ലോ, ഞങ്ങളുടെ വീട്ടിലെ പാടശേഖരം. ആ പാടശേഖരമാണ് ഇത്. ഞങ്ങളുടെ വീടാണ് ആ കാണുന്നത് കേട്ടോ. അവിടുന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ വയലും എല്ലാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലമാണ് ശ്രീ വനദുർഗ ചാത്തൻ ക്ഷേത്രം. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആകെ ക്ഷീണിച്ച് കറങ്ങിയാണ് വന്നത്. അങ്ങനെ വീട്ടിൽ വന്നു, ഒരു ചായയൊക്കെ കുടിച്ചപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തേത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്